നമസ്കാരം. താങ്കളുടെ ആദ്യ പ്രസംഗത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനാധിപത്യ വിരുദ്ധതയുടെ തെളിവുകൾ ലോകം കണ്ടു. ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള പ്രസംഗം പാർലമെന്റ് നടപടികളെ കൂടുതൽ അർത്ഥവത്താക്കും. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ തൻ്റെ കൃത്രിമക്കാലുകൾ മേശപ്പുറത്ത് വച്ച് ഇരുന്നു കൊണ്ട് നടത്തിയ പ്രസംഗത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്കൾക്ക് നേരെയുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ദേശീയ തലത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ചിലർക്കും അതറിയാം. എന്നാൽ ഈ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ മുക്കും മൂലയും താങ്കളെ അറിഞ്ഞിരിക്കുന്നു. ഇത് താങ്കളുടെ ആദ്യ പ്രസംഗമായിരിക്കാം. പക്ഷേ അങ്ങയുടെ ജീവിതകാലം മുഴുവൻ അങ്ങ് പുലർത്തിയ ആത്മാർത്ഥത, രാഷ്ട്രം ആദ്യം എന്ന പ്രത്യയശാസ്ത്രത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇതിൻ്റെയൊക്കെ ധാർമ്മിക അടിത്തറ ആ വാക്കുകളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതുന്നത്. സദാനന്ദൻ മാസ്റ്ററുടെ ലോകം ശ്രദ്ധിച്ച ആദ്യ പ്രസംഗത്തെ അഭിനന്ദിച്ച് കത്തയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫെബ്രുവരി 3 രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പറയുന്ന പ്രമേയത്തിന്മേൽ ചർച്ച തുടങ്ങിവെച്ചുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിൽ പ്രസംഗിച്ചത്. CPM പ്രവർത്തകർ 3 പതിറ്റാണ്ട് മുമ്പ് വെട്ടിമാറ്റിയ കാലുകൾക്ക് പകരം താൻ ഉപയോഗിക്കുന്ന കൃത്രിമക്കാലുകൾ മേശപ്പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇരുന്നു കൊണ്ട് സദാനന്ദൻ മാസ്റ്റർ തൻ്റെ ആദ്യ പ്രസംഗം നടത്തിയത്. ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും വേണ്ടി കപട നിലപാടെടുത്ത് മുറവിളി കൂട്ടുന്നവർ 31 വർഷം മുന്നേ രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തന്നെ പുറകിൽ നിന്ന് ആക്രമിക്കുകയും റോഡിൽ തള്ളിയിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് തൻ്റെ കാലുകൾ വെട്ടി മാറ്റുകയുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജ്യസഭ മാത്രമല്ല, രാജ്യം മുഴുവൻ ഒരു നിമിഷം നിശബ്ദമാവുകയായിരുന്നു. സഭയിലുണ്ടായിരുന്ന CPM അംഗങ്ങളുടെ ചെകിട്ടത്തേറ്റ അടിപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം. അവർ എഴുന്നേറ്റ് നിന്ന് ബഹളം വച്ചു. കൃത്രിമക്കാലുകൾ മേശപ്പുറത്ത് വെച്ച് പ്രദർശിപ്പിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM അംഗം ജോൺ ബ്രിട്ടാസ് ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. ജനാധിപത്യം എന്താണ് എന്ന് ഞാൻ രാജ്യത്തോടും ജനങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ നിങ്ങളുടെ പ്രവർത്തനം ഇന്ത്യൻ ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന് എനിക്ക് ജനങ്ങളോട് പറയണം എന്നുമാണ് സദാനന്ദൻ മാസ്റ്റർ തിരിച്ചടിച്ചത്. ക്രമപ്രശ്നം ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ കൃത്രിമക്കാലുകൾ മേശപ്പുറത്ത് നിന്നും എടുത്തുമാറ്റി. പക്ഷേ നിയമം എല്ലാവരും പാലിക്കപ്പെടേണ്ടതാണെന്ന മുന്നറിയിപ്പ് സഭാധ്യക്ഷനായ CP രാധാകൃഷ്ണൻ നൽകി. ബാനറുകളോ പ്ലക്കാർഡുകളോ ഉയർത്തി പ്രതിഷേധിക്കാൻ ഇനി പ്രതിപക്ഷത്തിനും കഴിയില്ലെന്ന സൂചന അധ്യക്ഷനും ഭരണപക്ഷവും നൽകി കഴിഞ്ഞു. ലോകം ശ്രദ്ധിച്ച ഈ പാർലമെന്റ് പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് കത്തെഴുതിയിരിക്കുന്നത്. അതിരില്ലാത്ത രാജ്യസ്നേഹവും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനവും സദാനന്ദൻ മാസ്റ്ററുടെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണെന്ന് പ്രധാനമന്ത്രി കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ തുടരണം. ജനങ്ങൾ UDF-നെയും LDF-നെയും മടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം താൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ അവിടെ ലഭിച്ച സ്വീകരണം ആവേശം നൽകുന്നതായിരുന്നു. യുവാക്കളുടെ ഉത്സാഹം പ്രകടമായിരുന്നുവെന്നും വികസിത കേരളം എന്ന BJP-യുടെ ലക്ഷ്യത്തെ ജനങ്ങൾ പിന്താങ്ങുന്നതായും പ്രധാനമന്ത്രി കത്തിൽ കുറിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ കത്ത് പ്രചോദനം നൽകുന്നതാണെന്നും അദ്ദേഹത്തിൻ്റെ അഭിനന്ദനം നിസ്വാർത്ഥമായി കഠിനാധ്വാനം ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് സമർപ്പിക്കുന്നതായും സദാനന്ദൻ മാസ്റ്റർ ഫേസ്ബുക്കിൽ കുറിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.